അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്, പക്ഷേ ചിക്കൻ അല്ല. നമ്മൾ മീനിലേക്ക് തിരിച്ചു പോവുകയാണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലത്. അപ്പോൾ അത് ഏത് രീതിയിൽ ചെയ്ത് കഴിച്ചാലും മലയാളിക്ക് ഇഷ്ടം തന്നെയാണ്. മത്സ്യം പലതരം. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ചെറിയ മത്സ്യം പോലും നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന പല 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 എന്താ പറയുക പല പല റെസിപ്പീസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നാടൻ രീതിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു അയല ചുട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചുട്ടതെന്ന് പറയുമ്പോൾ അയല മാത്രമല്ല, ഏത് തരം മീൻ വേണമെങ്കിലും ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു അയല ചുട്ടതാണ് നമ്മുടെ വിഭവം. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ, ഇല വേണം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം, ഇതിനായിട്ട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയല ഇടത്തരം 4 എണ്ണം, അല്ലെങ്കിൽ വലുത് 3 എണ്ണം മുഴുവനെ വരഞ്ഞ് വൃത്തിയാക്കിയെടുത്തത്. കൊടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ചാറ് 1/4 കപ്പ്, പിരിയൻ മുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ അയല ചുട്ടത് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യാനുസരണം ഉപ്പ്. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം, ഈ പുളിയുടെ രസമിറങ്ങിയ വെള്ളമാണ്, കൊടംപുളിയുടെ വെള്ളമാണ്, അതിൽ നിന്ന് ഒഴിക്കാം. പുളിവെള്ളം. അപ്പോൾ ഇത് സാധാരണ പിഴിയുന്ന പുളിയല്ല, സാമ്പാർ പുളിയല്ല, ഇത് കൊടംപുളിയുടെ ചാറാണ് നമ്മൾ എടുത്തത്, വെള്ളം, കുതിർത്ത വെള്ളം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി, 1 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയും ചേർക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ മീനിൻ്റെ ഓരോ മീനായിട്ട് എടുത്തിട്ട് മീനിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതായിരിക്കണം. പിന്നെ തലയുടെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തെ ഗിൽസ് എല്ലാം മാറ്റിയതാണ്, അതായത് അതിൻ്റെ പൂവെല്ലാം മാറ്റിയതാണ്. അപ്പോൾ നല്ല ക്ലീനാണ്. പിന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞതായിരിക്കണം, തൊലി മാറ്റണം എന്നില്ല. ഇതിപ്പോൾ നമ്മൾ അയലയാണ്, തല തൊട്ട് വാല് വരെ. അപ്പോൾ ഞാൻ വാലും കൂടി ചേർത്താണ് ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. വാല് കളഞ്ഞിട്ടില്ല, വിത്ത് വാലാണ്. കാണാനൊരു ലുക്കാണ്. വാലും കൂടി ഉണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവും, അതായത് ഒരു ഫുൾ മീനാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടും. ഇങ്ങനെ മീനുകളെല്ലാം തന്നെ പൊതിഞ്ഞെടുക്കുക മസാലയിൽ. ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട്, പിടിക്കാനായിട്ട് അല്പസമയം മാറ്റി വയ്ക്കുക. എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അങ്ങനെ നല്ലൊരു മാരിനേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുന്നു. ഇനി ഈ മസാലയോട് കൂടി തന്നെയാണ് നമ്മൾ ഇലയിൽ പൊതിഞ്ഞത് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, മസാലയിൽ പൊതിഞ്ഞ് അല്പസമയം മാറ്റി വയ്ക്കാം. നമുക്ക് ഒരുപാട് സമയമില്ല, എങ്കിൽ പോലെ ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ വളരെ നല്ലത്. 2, 3, 4 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്. ഓവർനൈറ്റ് മാരിനേഷൻ ആണെങ്കിൽ അതിലും നല്ലത്. തലേ ദിവസമേ തന്നെ ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം സ്വാദ് കൂടും. എന്നാൽ നമുക്കൊരല്പസമയം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പൊള്ളിക്കുന്നതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ അയല ചുട്ടതിന് വേണ്ടിയിട്ട് ഇലയെല്ലാം റെഡിയാണ്. വാഴയില ആവശ്യാനുസരണം വാട്ടി റെഡിയാക്കി വെക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ സമയമായി മസാലയിൽ പൊതിഞ്ഞിരിക്കുവാണ്. ഇനി ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇലയിൽ പൊതിഞ്ഞെടുക്കും. ഇനി ഇതെടുത്തിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വാട്ടിയ ഇല ആയതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാറ്റി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇലയ്ക്കുള്ളിൽ വെച്ച് അങ്ങനെ നമ്മുടെ മീൻ ചുടുന്നതിനാവശ്യമുള്ള ചേരുവകളെല്ലാം ചേർത്ത് നമ്മുടെ അയല ചുട്ടെടുക്കാനായിട്ട് ഇലയിൽ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ദോശക്കല്ലോ, ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ്, ഒരു ഫ്രൈയിങ് പാനോ എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ. ചുട്ടെടുക്കാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നന്നായിട്ട്, ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു 2-3 ലെയർ ഓഫ് ഇല കൊണ്ട് പൊതിഞ്ഞ് കുറേ കൂടി ടൈറ്റായിട്ട് നന്നായിട്ട് കെട്ടി, ഒരു 4-5 മടക്ക് ഇല കൊണ്ട് കെട്ടി പൊതിഞ്ഞ് കനലിലിട്ട് ചുട്ടെടുത്താലും വളരെ സ്വാദാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കനലൊക്കെ പാടല്ലേ. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നഗരത്തിലെ ജീവിതത്തിനിടയ്ക്ക് എവിടെയാണ് നമുക്ക് കനൽ? പിന്നെ വേണമെങ്കിൽ ഒരു ബാർബിക്യൂ സ്റ്റൈലൊക്കെ ചെയ്യാം, പിന്നെ ഇലക്ട്രിക് ഗ്രില്ലിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഇലയ്ക്കൊന്നും പ്രസക്തിയില്ല. എന്തായാലും നമുക്കിപ്പോൾ ഒരു തവയിൽ വെച്ചിട്ട്, ഒരു ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ
നല്ല ചൂടായി വരികയാണ് നമ്മളുടെ ദോശക്കല്ല്. അതിലേക്ക് 2 എണ്ണം വെച്ച് ആദ്യം വയ്ക്കാം. 4 എണ്ണമല്ലേ ഉള്ളൂ, 2 പ്രാവശ്യമായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇതൊന്ന് അടയ്ക്കും. ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടയ്ക്കുന്നത്, ഒന്ന് പ്രസ്സായി കിട്ടും. അപ്പോൾ നന്നായിട്ട് അമർന്നിരിക്കും. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞിട്ട് തീ ഒരല്പം ഒന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളു വേഗില്ല. നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ചുട്ട രീതിയിൽ തന്നെ, ഒരു ഉണങ്ങി എന്താ പറയുക, ഒരു ചുട്ടെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിം കൊടുത്തിട്ട്, അപ്പോൾ ഇലയൊക്കെ നല്ല കരിഞ്ഞ് വരുന്ന ഒരു പാകമാകുമ്പോൾ നമ്മളുടെ മീൻ ചുട്ടത് റെഡിയാകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. മീൻ ചുട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആദ്യത്തെ 2 ഇല നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയിരിക്കുന്ന 2 ഇലയുണ്ട്, അതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കും. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് മാറ്റാം. തുറന്ന് നോക്കട്ടെ. പാകത്തിന് കണ്ടുപിടിക്കും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അകഭാഗമെല്ലാം ചുട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാതെ എടുത്ത് നമുക്ക് ഇലയിൽ തന്നെ വെച്ച് കൊടുക്കാം. കഴിക്കുന്ന ആൾ അതെടുത്തിട്ട് ഇങ്ങനെ തുറന്ന് പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പോൾ 2 എണ്ണം കൂടി ഉണ്ട്, അതും കൂടി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളുടെ അയല ചുട്ടതെല്ലാം തന്നെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ 4 അയലയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എളുപ്പമാണെന്ന് മനസ്സിലായി, കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്തിട്ടിപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഒലിവ് ഓയിലാകാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല എണ്ണ ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഒരു ഗ്രിൽഡ് ഫിഷ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുന്ന, അല്ലെങ്കിൽ കനലിൽ ചുട്ട ഒരു മത്സ്യം പോലെ തന്നെ നമ്മളുടെ ഈ ഒരു അയലയും ചുട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മത്തി, പിന്നെന്താ ആവോലി, കൂടിയ മീനും കുറഞ്ഞ മീനും എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ചുട്ടെടുക്കാം. അപ്പം ഈ രീതിയിൽ തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന, സുലഭമായി കിട്ടുന്ന കാര്യമാണ്, വീട്ടുമുറ്റത്തുള്ള കാര്യമാണ് കരിക്ക് വെച്ചിട്ടുള്ളൊരു പുഡിങ്. അതൊരു ഗ്ലാസ് ലെയർ പുഡിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അളവ് മനസ്സിൽ വയ്ക്കുക. താഴത്തെ ലെയർ നല്ല ഉറച്ചിരിക്കും, ആ ഗ്ലാസ് ലെയർ. മേളത്തെ ലെയർ കുറച്ചുകൂടെ ക്രീമി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ജലറ്റിൻ മാത്രം ചേർക്കുക. ഇച്ചിരി കൂടെ ഉറപ്പ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ ചേർക്കുക. പക്ഷേ ഒരു 3/4 ടേബിൾ സ്പൂൺ ജലറ്റിൻ ചേർത്താൽ നല്ല ക്രീമി ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഐസ്ക്രീം മാതിരി എല്ലാം കഴിക്കാൻ സാധിക്കും, കോക്കനട്ട് ഫ്ലേവർ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പുഡിങ്ങാണ്. അപ്പം പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടമാവും. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ളൊരു മീൻ ചുട്ടതാണ്, അയല ചുട്ടതാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ അതും ട്രൈ ഔട്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.